സോ ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ പവർ ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ ടോപ്പിക്കുകളും കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാ ടോപ്പിക്കിനെയും കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. നോട്ട് വെച്ച് നമ്മൾ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ പറഞ്ഞു പോകും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയകൾ ആയിരിക്കും കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കും. അതായത് ഈ വരുന്ന BSc എക്സാമിന് ഡിപ്ലോമയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ, ചിലപ്പോൾ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡിഗ്രി ലെവലിലെ ചോദ്യങ്ങളുമാവാം. എന്നിരുന്നാലും ഒരു മോസ്റ്റ് പ്രോബബിൾ ചോദ്യങ്ങളായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പവർ ഇലക്ട്രോണിക്സിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് പവർ ഇലക്ട്രോണിക് ഡിവൈസസിനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും നമ്മൾ പഠിച്ച ഡിവൈസസ് എന്ന് പറയുന്നത് UJT, BJT, പവർ ഡയോഡ്, മോസ്ഫെറ്റ്, IGBT, ഡയാക്ക്, ട്രയാക്ക്, SCR, ഇത്രയും ഡിവൈസസ് ആണ് പഠിച്ചത്. അപ്പോൾ ഈ UJT എന്ന് പറയുന്ന സാധനം യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നാണ്. അപ്പോൾ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനകത്ത് അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു ജംഗ്ഷനേ ഉള്ളൂ, പക്ഷെ ട്രാൻസിസ്റ്റർ കണക്കാണ് അതിൻ്റെ ഇത് പോകുന്നത്. ഒറ്റ ജംഗ്ഷൻ ഉള്ളു, അവിടെ ഒരു PN ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് ഒരു P ടൈപ്പ് ഇംപ്രിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു PN ജംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടാകുന്ന ട്രാൻസിസ്റ്റർ ആണ് എന്ത് UJT എന്ന് പറയുന്നത്. അപ്പോൾ UJTക്കകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിനെ മൂന്ന് ടെർമിനലുണ്ട്. ബേസ് 1, ബേസ് 2, എമിറ്റർ എന്ന് പറയുന്ന 3 ടെർമിനലുണ്ട്. അതിൽ ഈ എമിറ്റർ ടു ബേസ് 1ഉം എമിറ്റർ ടു ബേസ് 2 എന്ന് പറയുന്ന 2 റെസിസ്റ്റൻസ് ആയിട്ടാണ് കാണിക്കുന്നത്, RB1ഉം RB2. അതിൽ ഈ RB2 ആണ് നമുക്ക് വരികയാണ്. RB1 B1 B2യിലാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പം ഈ പറഞ്ഞ എമിറ്റർ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കണ്ടക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ റിവേഴ്സ് ബയസ് ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോൾ അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഇൻട്രിൻസിക് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയുന്ന ഒരു ടേം ആണ് പഠിച്ചത്. അതായത് ഈറ്റ ഈക്വൽ ടു RB1 by RB1 plus RB2 എന്ന് പറയുന്നത് RB2 divided by RB1 plus RB2. അതായത് വോൾട്ടേജ് ഡിവിഷൻ ഫോർമുല അനുസരിച്ച് ഈ വോൾട്ടേജ് അക്രോസ് RB2 എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു RB2 divided by RB1 plus RB2 ആണ്. അതിൽ RB2 divided by RB1 plus RB2 ആണ് അതിന് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. അതൊരു ടേം ആയിരുന്നു, ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഈറ്റ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇതിന്റെ വർക്കിംഗ് ഒക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത് അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് പല റീജിയൻസ് കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് UJT എന്ന് പറയുന്ന ഡിവൈസ് എന്ന് വെച്ചാൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഓർത്തിരിക്കുക, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് UJT. അത് ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ഓൺ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്താണ്? UJT വർക്ക്സ് ഓൺ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. അത് ഓർത്തിരിക്കാം. അപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? UJT വർക്ക് ചെയ്യുന്നത്, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് അതിന് 2 ടേം, ഒന്ന് പീക്ക് പോയിന്റ്, ഒന്ന് വാലി പോയിന്റ്. പീക്ക് പോയിന്റ് വോൾട്ടേജ് മാക്സിമം ആവും. നമ്മൾ ഈ റിവേഴ്സ് ബയസ് ജംഗ്ഷൻ കാണുന്ന ഒരു മാക്സിമം വോൾട്ടേജ്. എന്നിട്ട് നമ്മൾ ഈ പീക്ക് പോയിന്റ് തൊട്ട് വാലി പോയിന്റ് വരെയാണ് ഈ പറയുന്ന ഡിവൈസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വർക്ക് ചെയ്യുന്നത്. അതിന് മുമ്പേ പീക്ക് പോയിന്റിന് മുമ്പേ ഇത് കട്ട് ഓഫ് റീജിയനിലും വാലി പോയിന്റിന് ശേഷം സാച്ചുറേഷൻ റീജിയനിലുമാണ്. അത് ഓർത്തിരിക്കുക. ഒരു ട്രയാങ്കിൾ പോലെ മേലെ വന്നിട്ട് താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പം പീക്ക് പോയിന്റിന് ഇടതുവശം, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് അതൊരു കട്ട് ഓഫ് റീജിയനിലും, പീക്ക് പോയിന്റ് തൊട്ട് വാലി പോയിന്റ് വരെ അതെന്താണ് നമ്മുടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലും, വാലി പോയിന്റിന് ശേഷം എന്താണത്, അത് സാച്ചുറേഷൻ റീജിയനിലോട്ടും ആണ് പോകുന്ന കാര്യം ഓർത്തിരിക്കും. അപ്പൊ UJT എന്ന് പറയുന്ന ഡിവൈസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ട്രിഗറിങ് സർക്യൂട്ട്സിലാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടി
സിങ്ക്രണൈസ് UJT ട്രിഗറിങ് സർക്യൂട്ട്സ് ഒക്കെ ഉണ്ട്. SCR ട്രിഗർ ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഈ പറയുന്ന പൾസ് ട്രിഗറിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി UJT യുടെ ഹെൽപ്പ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് UJT കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ യൂണി ജംഗ്ഷൻ ആണ്, ട്രാൻസിസ്റ്റർ ആണ്, ടെർമിനൽസ് എമിറ്റർ ബേസ് 1 ബേസ് 2 ആണ്, ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ RB2/RB1 + RB2 ആണ്. പിന്നെ ആ 3 റീജിയൻ, അതായത് കട്ട് ഓഫ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, അതായത് ഈ പറയുന്ന UJT വർക്ക് ചെയ്യുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലാണ്. അതായത് പീക്ക് പോയിന്റ് തൊട്ട് വാലി പോയിന്റ് റീജിയൻ ആണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. വാലി പോയിന്റിന് ശേഷം സാച്ചുറേഷനിലേക്ക് കടക്കും. പീക്ക് പോയിന്റ് മുമ്പേ അത് കട്ട് ഓഫ് റീജിയനിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഇത്രയൊക്കെ ഉള്ളു UJT. പിന്നെ ആപ്ലിക്കേഷൻസ് ഇതിനെക്കാട്ടി കൂടുതലും ചോദിക്കാൻ ഒരു ചാൻസും ഇല്ല. ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിന്ന് ചോദിക്കാൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാണ്ട് പോകാനുള്ളൂ. അതിനുശേഷം നമ്മൾ BJTയിലേക്ക് വന്നു. എസ്പെഷ്യലി ഇവിടെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ആക്ച്വലി ഇത് പവർ BJT ആണ് അവർ ഉദ്ദേശിക്കുന്നത്. പവർ BJT ആണ്, പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആകുമ്പോൾ പവർ BJT ആണ്. അപ്പൊ പവർ BJT തന്നെ 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സാധാ BJT എമിറ്റർ ബേസ് കളക്ടർ എന്ന് പറയുന്ന 3 ടെർമിനലാണ് ഉള്ളത്. പവർ BJT ആകുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് 2 ടൈപ്സ് പവർ BJT ആവും. BJT അല്ല, BJTക്ക് അത് നമുക്ക് ഈ പവർ BJT ആകുമ്പോഴത്തേക്ക് എമിറ്റർ ബേസ് കളക്ടർ തന്നെയാണ് സാധാരണ. പക്ഷെ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് വ്യത്യാസം ഉണ്ടാവും. അത് ചുമ്മാ ഒരു P ലെയർ, N ലെയർ, P ലെയർ, PNP ലെയർ അല്ലെങ്കിൽ NPN ലെയർ വെച്ചേക്കല്ല. പകരം ഡോപ്പിംഗ് ബോൺസിനെ കൂട്ടാൻ വേണ്ടി പല ടൈപ്പ് ലെയറിൽ പല രീതിയിലാണ് ഈ പറയുന്ന നമ്മുടെ P ടൈപ്പ് സെമികണ്ടക്ടറും N ടൈപ്പ് സെമികണ്ടക്ടറൊക്കെ വെച്ചേക്കുന്നത്. അപ്പൊ അത് ആ ഒരു കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. കാരണം BJT എന്ന് പറയുന്ന ഓർത്തിരിക്കുക ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. ഇതൊരു കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. അതൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ് BJT. വോൾട്ടേജ് കൺട്രോൾ അല്ല, കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. ഇതൊരു മൈനോറിറ്റി ക്യാരി ഡിവൈസ് ആണ്. അതായത് അതിനകത്ത് രണ്ടും നമ്മുടെ ഹോൾസും ഇലക്ട്രോൺസും എന്നെ സഹായിക്കും, കണ്ടക്ഷൻ സഹായിക്കും. സോ ഇറ്റ്സ് എ മൈനോറിറ്റി ക്യാരി ഡിവൈസ്. കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. ഹൈ കറണ്ട് ഡിവൈസ് ആണ് BJT. പക്ഷെ ഒരു കാര്യം, പിന്നെ ലോ സ്വിച്ചിങ് ലോസ് ആണ്, ലോ കണ്ടക്ഷൻ ലോസ് കുറവുള്ള ഒരു ഹൈ കണ്ടക്ഷൻ ലോസ് കൂടുതലുള്ള ഒരു ഡിവൈസ് ആണ് എന്ത് BJT എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറെ, പിന്നെ സ്വിച്ചിങ് ലോസ് കുറവാണ്, കണ്ടക്ഷൻ ലോസ് കൂടുതലാണ്, പക്ഷെ നോൺ സ്റ്റേറ്റ് ഡ്രോപ്പ് കൂടുതലാണ്, സ്വിച്ചിങ് ലോസ് കൂടുതലാണ്, സ്പീഡ് കുറവാണ്. അങ്ങനെ പല ആ BJTയുടെ കമ്പാരിസൺ എന്തുണ്ട് അത് മാത്രം ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് കറണ്ട് ഗെയിന് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല. BJT എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് അറിഞ്ഞിരിക്കുക. അതിൽ പവർ ഡയോഡ് എന്ന് പറയുന്നത് ഡയോഡ് തന്നെയാണ്. പക്ഷെ സാധാരണ ഒരു PN ജംഗ്ഷന് പകരം അവർ വേറൊരു രീതിയിൽ അത് ഇംപ്രൂവ് ചെയ്ത് ഒരു ഹൈ പവർ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ വളരെ വലിയ വോൾട്ടേജും കറണ്ടും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിവൈസ് ആണ് പവർ ഡയോഡ്. ബേസിക്കലി ഒരു PN ജംഗ്ഷൻ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആണ്. ഫോർവേഡ് ബയാസ് ആകുമ്പോഴത്തേക്ക് കണ്ടക്ഷൻ നടക്കും, റിവേഴ്സ് ബയാസ് ആകുമ്പോഴത്തേക്ക് കണ്ടക്ഷൻ നടക്കത്തില്ല. ആനോഡ് കാഥോഡ് എന്ന് പറഞ്ഞ 2 ടെർമിനൽ ഉള്ളത്, അതൊക്കെ സെയിം തന്നെയാണ്. ഇടയ്ക്ക് ഒരു ബാരിയർ പൊട്ടൻഷ്യൽ കാണും, അതിനെ ഓവർകം ചെയ്ത് വേണം കണ്ടക്ഷൻ നടത്താൻ വേണ്ടി. അതെല്ലാം സെയിം ആണ്. പക്ഷെ ഫോർവേഡ് ബയാസ് മാത്രമേ കണ്ടക്ട് ചെയ്തുള്ളൂ, റിവേഴ്സ് ബയാസ് ഇത് കണ്ടക്ട് ചെയ്യത്തില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പവർ ഡയോഡിലുള്ളത്, അല്ല വേറെ ഒന്നുമില്ല. അതിന് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്, റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറഞ്ഞ രണ്ട് ടേംസ് ഉണ്ട്, ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇത് അടുത്ത പഠിച്ചത് മോസ്ഫെറ്റ് ആണ്. മോസ്ഫെറ്റ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഫെറ്റിന്റെ വേറൊരു വകഭേദമാണ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്, പവർ മോസ്ഫെറ്റ്. അപ്പൊ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന സാധനം, അതിനകത്ത് 3 ടെർമിനലുള്ളത്. ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് എന്ന് പറയുന്ന 3 ടെർമിനലുണ്ട്, ഡ്രെയിൻ സോഴ്സ് ഗേറ്റ്. അപ്പൊ അതും ഒരു പ്രത്യേക രീതിയിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് മോസ്ഫെറ്റ്. അപ്പൊ അതിനകത്ത് പ്രത്യേക രീതിയിലാണ് അത് നിർമ്മിച്ചേക്കുന്നത്. അപ്പൊ 2 ടൈപ്പ് ഉണ്ട് ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഒന്നിനെ നമ്മൾ
എൻഹാൻസ്മെന്റ് ടൈപ്പ് എന്നും രണ്ടിനെ നമ്മൾ ഡിപ്ലിഷൻ ടൈപ്പ് എന്നും പറയും. രണ്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഡിപ്ലിഷൻ ടൈപ്പിനകത്ത് ചാനൽ ഉണ്ടായിരിക്കും. ചാനൽ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കണ്ടക്ടിങ് ചാനൽ അതിനുണ്ടാവും. പക്ഷെ എൻഹാൻസ്മെന്റിനകത്ത് അങ്ങനല്ല. എൻഹാൻസ്മെന്റ് അതൊരു കണ്ടക്ഷൻ ചാനൽ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അവിടെ ആദ്യമേ കാണത്തില്ല, അത് രണ്ടാമത് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പൊ അത് വേറൊന്നുമില്ല. അതിന്റെ കൺസ്ട്രക്ഷനകത്ത് നമ്മൾ N+ റീജിയൻ രണ്ട് വശത്തും വെച്ചേക്കും. ഒരു P+നകത്ത് അവ തമ്മിൽ ഒരു ചെറിയൊരു നാരോ കണ്ടക്ഷൻ നീളത്തിലുള്ള ഹൊറിസോണ്ടൽ ആയിട്ടൊരു കണ്ടക്ഷൻ നടക്കും. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രെയിനിൽ നിന്ന് സോഴ്സിലോട്ട് ഒരു കണ്ടക്ഷൻ നടക്കും. അതാണ് സംഭവം. അത് ആ പടത്തിൽ നിന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ചാനൽ വിഡ്ത്ത് ഉണ്ടാവും. ആ ചാനൽ വിഡ്ത്ത് വഴിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കേസ് പറഞ്ഞാൽ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. മോസ്ഫെറ്റ് ഇസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. ഫാസ്റ്റ് സ്വിച്ചിങ് ആണ്. പക്ഷെ ഓൺ സ്റ്റേറ്റ് ഡ്രോപ്പ് കൂടുതലാണ്. ഓൺ സ്റ്റേറ്റ് ഡ്രോപ്പ് കൂടുതലാണ്. BJT കമ്പയർ ചെയ്യുമ്പോൾ ഓൺ സ്റ്റേറ്റ് ഡ്രോപ്പ് കൂടുതലാണ്. BJT ഓൺ സ്റ്റേറ്റ് ഡ്രോപ്പ് കുറവാണ്. ഇതിനകത്ത് ഓൺ സ്റ്റേറ്റ് ഡ്രോപ്പ് കൂടുതലാണ് മോസ്ഫെറ്റിനകത്ത്. പിന്നെ എൻഹാൻസ്മെന്റ് ടൈപ്പ് ആകുമ്പോഴത്തേക്ക് ചാനൽ നമ്മൾ ഉണ്ടാക്കണം. ഡിപ്ലിഷൻ ആകുമ്പോൾ ചാനൽ നമ്മൾ ഉണ്ടാക്കണ്ട. വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്. പിന്നെ ഹൈ സ്വിച്ചിങ് സ്പീഡാണ്. വളരെ വലിയ സ്പീഡാണ്. വേറെ ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റൊരു ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോസ്ഫെറ്റ് ഹാസ് ദി ബെസ്റ്റ് സ്വിച്ചിങ് സ്പീഡ്. വളരെ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്ങിന് മോസ്റ്റ് പ്രോബ്ലം ആയിട്ടുള്ള ഏറ്റവും നല്ല ഡിവൈസാണ് മോസ്ഫെറ്റ് ആണ്. IGBT എന്ന് പറയുന്ന അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഓൾറെഡി പഠിച്ച ഡിവൈസ് മോസ്ഫെറ്റിന്റെയും BJTയുടെയും രണ്ട് നല്ല വശങ്ങൾ എടുത്തിരുന്നെങ്കിൽ കൂടി IGBTയുടെ സ്വിച്ചിങ് സ്പീഡ് എന്ന് പറയുന്നത് മോസ്ഫെറ്റിന്റെ കാളിലും 10 ഇരട്ടി താഴെയാണ്. ഓർ മോസ്ഫെറ്റ് ഈസ് 10 times more മോസ്ഫെറ്റ് ഹാസ് 10 times more switching speed than IGBT. IGBT കാളിലും 10 ഇരട്ടിയോളം സ്വിച്ചിങ് സ്പീഡ് കൂടുതലാണ്. IGBTക്ക് കൂടുതലാണ്. സോ മോസ്ഫെറ്റ് ആണ് ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ഉപയോഗിക്കുന്നത്. SMPS പോലുള്ള ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്ങിന് ആവശ്യമായ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മോസ്ഫെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മോസ്ഫെറ്റ് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. പിന്നെ സ്വിച്ചിങ് സ്പീഡ് വളരെ കൂടുതലാണ്. പിന്നെ ഇതൊരു മെജോറിറ്റി കെയർ ഡിവൈസ് ആണ്. പറയുമ്പോൾ മെജോറിറ്റി കെയർ ഡിവൈസ് ആണ് മോസ്ഫെറ്റ്. അതേപോലെ ചാനൽ ഉണ്ടാവും. എൻഹാൻസ്മെന്റ് ചാനൽ ഉണ്ടാവും, മറ്റേ ചാനൽ കാണത്തില്ല. അങ്ങനെ ഡിഫറൻസ് ആണ്. പിന്നെ ഇൻപുട്ട് ഇംപെഡൻസിന്റെ കേസൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കുക. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അതില്ല. ടെർമിനൽസ് നോക്കുക. ജസ്റ്റ് അതിന്റെ ബേസിക്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന ഡിപ്ലോമ ലെവലിലെ എക്സാംസിന് വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അടുത്തൊരു ഡിവൈസ് ആണ് IGBT, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പൊ ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ രണ്ടിന്റെയും നല്ല വശം, അതായത് BJTയുടെയും നമ്മുടെ മോസ്ഫെറ്റിന്റെയും രണ്ടിന്റെയും നല്ല വശങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡിവൈസ് ആണ് IGBT എന്ന് പറയുന്നത്. 3 ടെർമിനൽ ഉണ്ട്. എമിറ്റർ, കളക്ടർ എന്ന് പറയുന്ന BJT 2 ടെർമിനലും, ഗേറ്റ് എന്ന് പറയുന്ന 3 ടെർമിനലും അത് മോസ്ഫെറ്റ് എന്ന് പറഞ്ഞതാണ്, ഡ്രെയിൻ സോഴ്സ് ഗേറ്റ്. അപ്പൊ ഗേറ്റ്, എമിറ്റർ, കളക്ടർ എന്ന് പറയുന്ന 3 എന്തുണ്ട് നമ്മുടെ ടെർമിനൽസ് ഉണ്ട്. അപ്പൊ ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് BJT ആണെങ്കിൽ ലോ സ്വിച്ചിങ് ലോസ് ആണ്, ലോ കണ്ടക്ഷൻ, ലോ ഓൺസ്റ്റേറ്റ് ഡ്രോപ്പ് ആണ് IGBT ഉള്ളത്. അത് മോസ്ഫെറ്റിന് ഹൈ ഓൺസ്റ്റേറ്റ് ഡ്രോപ്പ് ആയിരുന്നു, ഇവിടെ ലോ ഓൺസ്റ്റേറ്റ് ഡ്രോപ്പ് ആണ്. അതാണ് അഡ്വാൻറ്റേജ്. പിന്നെ IGBTയും ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്, ഓർത്തിരിക്കുക. പിന്നെ മോസ്ഫെറ്റിന്റെ ദോഷവശങ്ങൾ, അതായത് എന്താ പറയുക, അതിന്റെ ഡിസഡ്വാൻറ്റേജ് എല്ലാം എവിടെ പരിഹരിക്കും? IGBTയിൽ പരിഹരിക്കും. അതുപോലെ സ്വിച്ചിങ് ലോസ് പറയുമ്പോഴത്തേക്ക് മോസ്ഫെറ്റിന്റെ അത്രയും സ്വിച്ചിങ് സ്പീഡ് ആർക്കും വരത്തില്ല? IGBTക്ക് വരത്തില്ല. അപ്പൊ IGBT ആണ് മിക്കവാറും എല്ലാ ഡിവൈസിലും, ഇൻവേർട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന IGBTs ആണ് മോസ്ഫെറ്റിനെക്കാട്ടിലും. അപ്പൊ IGBTക്ക് കുറച്ചും കൂടെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂടുതലാണ് കമ്പയർഡ് ടു മോസ്ഫെറ്റ് ആൻഡ് BJT. കാരണം മോസ്ഫെറ്റ് ആണ് ഹൈ വോൾട്ടേജ് ആണ്, ഹൈ കറണ്ട് പറ്റത്തില്ല. BJTക്ക് ഹൈ കറണ്ട് പറ്റും, ഹൈ വോൾട്ടേജ് പറ്റത്തില്ല. പക്ഷെ IGBTക്ക് അത് രണ്ടും പറ്റും, ഹൈ വോൾട്ടേജ്, ഹൈ കറണ്ട്. അപ്പൊ ഹൈ പവർ, കുറച്ചുകൂടെ പവർ കേപ്പബിലിറ്റി കൂടുതലാണ്, പവർ കപ്പാസിറ്റി കേപ്പബിലിറ്റി കൂടുതലാണ് IGBTക്കും എന്ന് പറയാം. പിന്നെ കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഇങ്ങനെയാണ് കണ്ടക്ഷൻ നടക്കുന്നതിന് പറയാൻ.
അത് ജസ്റ്റ് നോക്കുക. അടുത്തൊരു ഡിവൈസ് ആണ് ഡയാക്ക് എന്ന് പറയുന്നത്, ഡയോഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. അത് വേറൊന്നുമില്ല, ഒരു ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർവേഡ് ബയാസ് ഒരു AC വേവ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ആൾട്ടർനേറ്റീവ് കറന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിന്റെ പോസിറ്റീവ് അവസ്ഥകൾ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവും, നെഗറ്റീവ് അവസ്ഥകൾ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവും. പക്ഷെ ഡയോഡ് അങ്ങനെയല്ല, ഡയാക്ക് അങ്ങനെയല്ല. ഡയാക്ക് എന്ന് പറയുന്ന സാധനം രണ്ട് ഡയോഡുകൾ ആന്റി പാരലൽ വെച്ചേക്കാൻ തുല്യമാണ്. അതായത് പോസിറ്റീവ് അവസ്ഥകളിൽ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവും, നെഗറ്റീവ് അവസ്ഥകളിൽ അടുത്ത ഡയോഡ് എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസ്ഡ് ആവും. അതാണ് ഡയാക്ക്. ഡയാക്ക് എന്ന് പറയുന്നത് ഡയോഡ് ഓൾട്ടർനേറ്റീവ് കറന്റ് ആണ്. അപ്പം രണ്ട് ഡയോഡുകൾ ആന്റി പാരലൽ വെച്ച് നിർമ്മിച്ച ഒരു ഡിവൈസ് ആണ് ഇത് ഡയാക്ക്. ഇതിന് ട്രിഗറിംഗ് സർക്യൂട്ട്സിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ട്രയാക്കിന് ഡയാക്ക് ഫയർ ചെയ്യാറുണ്ട്, ഈ പറയുന്നത് ഫാൻ റെഗുലേറ്റേഴ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഡയാക്കിന്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകം ചോദനമില്ല, ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലുമാണ് ഇതിന്റെ ക്യാര വരുന്നത്. അപ്പൊ ഡയോഡിന്റെ ക്യാര ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്ന കണക്ക് തന്നെ എവിടെയും വരും, ഈ പറയുന്ന ഡയാക്കിന്റെ ക്യാര വരുമ്പോഴത്തേക്ക് എവിടെ വരും. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മളെ ഇവിടെ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അൺകൺട്രോൾഡ് ആണ്. കാരണം ഗേറ്റ് ഇല്ല, ഗേറ്റ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു നേരെ വന്നിട്ട് കണ്ടക്ഷൻ പോകും, വോൾട്ടേജ് കൂടി കണ്ടക്ഷനിലേക്ക് പോകും. SCR ആണെങ്കിൽ വന്നിട്ട് കണ്ടക്ഷനിൽ പോകും. പക്ഷെ ഇതില്ല, ഗേറ്റ് കൺട്രോൾ ഇല്ല. ട്രാക്കിന്റെ കേസ് എങ്ങനെയല്ല, ട്രാക്കിന്റെ കേസ് എന്താണ്? അവിടെ ഗേറ്റ് ടെർമിനൽ ഉണ്ട്. ഇവിടെ ഡയാഗിന് 2 ടെർമിനലേ ഉള്ളൂ, MT1 MT2 അല്ല T1 T2 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ട്രാക്കിന്റെ കേസ് അങ്ങനെയല്ല, MT1 MT2 ഇത് കൂടാതെ മൂന്നാമതൊരു കൺട്രോളിംഗ് എലമെന്റുകളുണ്ട് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം ട്രാക്ക് ട്രയോഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്. അതായത് രണ്ട് SCR ആന്റി പാരലൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യും അതേ രീതിയിലാണ് നമ്മൾ ട്രാക്ക്. അപ്പൊ രണ്ട് ആന്റി പാരലൽ ആകുമ്പോഴത്തേക്ക് വിത്ത് കോമൺ ഗേറ്റ് രണ്ട് ആന്റി പാരലൽ ഡയോഡ് വെച്ചേക്കാണ്, ഗേറ്റ് രണ്ടും കോമൺ ആക്കി വെച്ചേക്കാണ്. അപ്പൊ ഒരു സമയം MT1 പോസിറ്റീവ്, മറ്റേ സമയം MT2 പോസിറ്റീവ്. അപ്പൊ MT1 പോസിറ്റീവ് ആകുമ്പോൾ ഫോർവേഡ് ബയാസ് ആവും, അപ്പൊ ഡയോഡ് പോസിറ്റീവ് ആസിൽ ഇടും. MT2 പോസിറ്റീവ് ആകുമ്പോൾ നേരെ റിവേഴ്സ് ബയാസ്, MT2 പോസിറ്റീവ് ആകുമ്പോൾ അടുത്ത ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും, അടുത്ത ഡയറക്റ്റ് ഫോർവേഡ് ബയാസ് ആവും. അങ്ങനെയാണ്. അപ്പം നമ്മൾ സാധാ SCR ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ഒരേപോലെ വരച്ചു കഴിഞ്ഞാൽ, അതിന്റെ കാറ്റഗറി വരച്ചു കഴിഞ്ഞാൽ എന്താ അത്? ട്രാക്കിന്റെ കാറ്റഗറി. അപ്പൊ ട്രാക്കും ഡയഗ്രം എന്താണ്? ട്രാക്ക് കൺട്രോളബിൾ ആണ്, ഡയഗ് അൺകൺട്രോളബിൾ ആണ്. കാരണം കൺട്രോൾ ചെയ്യാനുള്ള ഇതില്ല. SCR ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ട്രാക്ക് ആണ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ട്രാക്ക് ഇതും ഫാൻ റെഗുലേറ്റേഴ്സിലും അത് ഉള്ള പല ആപ്ലിക്കേഷൻ നമ്മൾ ട്രാക്ക് ഉപയോഗിക്കും. നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ഉണ്ട്. അടുത്ത SCR എന്ന് പറയുമ്പോഴത്തേക്ക് സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ അല്ലെങ്കിൽ തൈറസ്റ്റർ എന്ന് പറയും. അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു 4 ലെയർ ഉണ്ട്. PNP എന്ന് പറയുന്ന ഒരു ലെയർ ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ അകത്ത പി ലെയർ, ഇന്നർ പി ലെയർ ചെയ്യുന്ന ഒരു ടെർമിനലിൽ പോകും, അതിനെ ഗേറ്റ് എന്ന് പറയും. മറ്റു 2 ടെർമിനലിൽ ആനോഡും കാഥോഡും എന്ന് പറയും. അപ്പം ഇതിന്റെയും ഇതെന്ന് വെച്ചാൽ ഇവിടെ PN എന്ന് പറയുന്ന 4 ലെയർ ഡിവൈസ് ആണെങ്കിൽ 3 ജംഗ്ഷൻ ഫോം ചെയ്യും, J1 J2 J3. അപ്പൊ നോർമലി ഒരു ഫോർവേഡ് ബയാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വർക്ക് ചെയ്യുന്ന 3 മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, 2 ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്, 3 റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുന്നു, തൈറസിനെ ഫോർവേഡ് ബയാസ് ചെയ്യുന്നത് P2P N2N കൊടുക്കുന്നു, വോൾട്ടേജ് കൊടുക്കുന്നു. പക്ഷേ അങ്ങനെ P2P N2N കൊടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവം വെച്ചാൽ ഈ J1 J2 J3 3 ജംഗ്ഷനിൽ ഔട്ടർ ജംഗ്ഷൻ രണ്ടും J1ഉം J3യും ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഇന്നർ ജംഗ്ഷനായ J2 എന്തായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പൊ റിവേഴ്സ് ബയാസ്ഡ് ആവുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, കണ്ടക്ഷൻ സ്മൂത്ത് ആവത്തില്ല. ലീക്കേജ് കറണ്ട്, വളരെ ചെറിയ മൈനോറിറ്റി കാരിയേഴ്സ് കൊണ്ടുള്ള ലീക്കേജ് കറണ്ട് മാത്രമായിരിക്കും അവരെ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ വോൾട്ടേജ് കൂട്ടുന്നു. ഏതാണ്? ഫോർവേഡ് വോൾട്ടേജ് കൂട്ടുന്നു. ഒരു പരിധിക്കാട്ടിൽ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീച്ച് എ വോൾട്ടേജ് കോൾഡ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്ന വോൾട്ടേജിലേക്ക് എത്തുകയും ആ സമയം എന്ത് ചെയ്യും? ഈ നടുക്കുള്ള ജംഗ്ഷൻ J2 എന്ത് ചെയ്യും? അതിന്റെ ഡിപ്ലീഷൻ റീജിയൻ ഇല്ലാതാവുകയും അത് ഫോർവേഡ് ബയാസ് ആയി 3 ജംഗ്ഷൻ J1ഉം J2ഉം J3യും എന്തായി? ഫോർവേഡ് ബയാസ് ആവുകയും കണ്ടക്ഷനിലേക്ക് അത് മാറുകയും ചെയ്യും. അപ്പൊ ആ പർട്ടിക്കുലർ വോൾട്ടേജ് എത്തണം. ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്ന വോൾട്ടേജ് എത്തിയാൽ മാത്രമേ ഈ ഒരു പ്രതിഭാസം നടക്കത്തുള്ളൂ.
റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ എന്താണ്, നമ്മൾ മുമ്പേ ഫോർവേഡ് ബയാസ് ചെയ്ത അതേ സാധനം റിവേഴ്സ് ബയാസ് ചെയ്യുന്നത് P2N N2P കണക്ട് ചെയ്തു. ആ സമയം എന്ത് ചെയ്യും, ഈ ജംഗ്ഷനകത്ത് ഔട്ടർ ജംഗ്ഷൻസ് ആയി J1 ഉം J3 എന്തായി, റിവേഴ്സ് ബയാസ്ഡ് ആയി. ഇന്നർ ജംഗ്ഷൻ ആയ J2 എന്താവും, ഫോർവേഡ് ബയാസ്ഡ്. കാര്യമുണ്ടോ, ഇല്ല. കാരണം ഔട്ടർ ജംഗ്ഷൻ രണ്ടും റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോഴും വളരെ ചെറിയ, മുമ്പേ പറഞ്ഞതിനേക്കാളും വളരെ ചെറിയ ലീക്കേജ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പരിധിക്ക് അപ്പുറത്ത് റിവേഴ്സ് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ it will reach a voltage called reverse breakdown voltage. റിവേഴ്സ് ബ്രേക്ക്ഡൗൺ വോൾട്ടേജ് എന്ന വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ എൻ്റെ ഡിവൈസ് എന്ത് ചെയ്യും, ഡാമേജ് ആയി പോകും. കാരണം അത് ഷോർട്ടായി മാറും, അവസാനം അത് ഇല്ലാതായി മാറും. അതാണ് റിവേഴ്സ് ബ്രേക്ക്ഡൗൺ വോൾട്ടേജ്. ഇനി രണ്ടാമത്തെ മോഡിലാണ്, ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലാണ് ഈ പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എത്തുകയും എന്ത് ചെയ്യും, ഈ പറയുന്ന സാധനം എന്തിലേക്ക് പോകും, കണ്ടക്ഷൻ മോഡിലേക്ക് പോവുകയും ചെയ്യും. ഇനി SCRനെ സംബന്ധിച്ചിടത്തോളം 3 ടെർമിനലുണ്ട്. ഈ 3 മോഡിലും ഞാൻ ഗേറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഗേറ്റ് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഫോർവേഡ് ബയാസ് വോൾട്ടേജിന്റെ ഒരളവ് കുറയ്ക്കും. കാരണം അത്രയ്ക്കും വലിയ വോൾട്ടേജ് ആണ് തൈറസ്റ്ററിന്റെ അക്രോസ് വരുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് വോൾട്ടേജ് സ്ട്രെസ് ഉണ്ടാവും. ഈ പറഞ്ഞ ഡിവൈസിന്റെ ലൈഫ് എന്ത് ചെയ്യും, വളരെ കുറയും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇന്നർ പി റീജിയനിൽ കൊടുത്ത ഗേറ്റിന്റെ സഹായത്താൽ നമ്മൾ ഗേറ്റ് കറണ്ടുകൾ എന്ത് കൊടുക്കും, ഈ പറയുന്ന ഡിവൈസിലേക്ക് കൊടുക്കും. ഗേറ്റ് കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ആ ഗേറ്റ് കറണ്ട് കാരണം എന്ത് ചെയ്യും, ഈ ഡിപ്ലീഷൻ റീജിയൻ ഇല്ലാതാവും. അതായത് ജംഗ്ഷൻ J2നെ ഫോർവേഡ് ബയാസ് ചെയ്യാൻ വേണ്ടി ഗേറ്റ് കറണ്ടിന്റെ സഹായം നമ്മൾ തേടും. എത്രമാത്രം കൂടുതൽ ഗേറ്റ് കറണ്ട് കൊടുക്കുന്നോ അത്രമാത്രം കുറഞ്ഞ ഫോർവേഡ് ബ്രേക്ക് വോൾട്ടേജ് കൊടുത്താൽ, അതായത് ഫോർവേഡ് ബയാസ് വോൾട്ടേജ് കൊടുത്താൽ മതി. അതാണ് കളി. അപ്പൊ ഒരുപാട് ഗേറ്റ് കറണ്ട് ഒരു പരിധി ഒരു കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രമാത്രം കുറഞ്ഞ വോൾട്ടേജ് സ്ട്രെസ്സേ നമ്മുടെ തൈറസ്റ്ററിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇത് കണ്ടക്ഷൻ മോഡിലോട് എത്തിക്കും ഗേറ്റിന്റെ സഹായത. ഇനി 2 കറണ്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് SCR. ഒന്ന് ലാച്ചിങ് കറണ്ടും ഒന്ന് ഹോൾഡിംഗ് കറണ്ട്. ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത് തൈറസ്റ്റർ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഗേറ്റ് ഒക്കെ കൊടുത്തിട്ട്, ഇനി ഗേറ്റ് റിമൂവ് ചെയ്താൽ പോലും കണ്ടക്ഷൻ നിൽക്കാൻ പാടില്ല. അതായത് ഗേറ്റ് ലോസസ് കൺട്രോൾ, ഗേറ്റ് റിമൂവ് ചെയ്താലും തൈറസ്റ്റർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മിനിമം കറണ്ടിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ മിനിമം ആനോഡ് കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ ലാച്ചിങ് കറണ്ട് എന്ന് പറയും. ലാച്ച് ചെയ്യപ്പെട്ടു, ലാച്ച് വെച്ചാൽ ഓൺ സ്റ്റേറ്റ് ലാച്ച് ചെയ്യപ്പെട്ടു. ദ മിനിമം ഗേറ്റ് കറണ്ട്, ദ മിനിമം ആനോഡ് കറണ്ട് റിക്വയർഡ് ടു ടേൺ ഓൺ ദ SCR ഈവൻ ഇഫ് ദ ഗേറ്റ് ഈസ് റിമൂവ്. ഇതാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് കുറച്ച് ആനോഡ് കറണ്ട് കുറച്ച് ഇടുന്നത് ഏതൊരു കറണ്ട് താഴെ പോകുമ്പോഴാണോ SCR ഓഫ് ആവുന്നത് ആ മിനിമം കറണ്ട് അപ്പൊ ഹോൾഡ് ചെയ്യുക. എത്രമാത്രം നേരം ഇതിന് ഹോൾഡ് ചെയ്യാം. അപ്പൊ 10 ആംപിയറാണ് 10 മില്ലി ആംപിയറാണ് ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ 10 മില്ലി ആംപിയർ വരെ ഇത് ഓൺ ആയിരിക്കും. പക്ഷെ 9.9 മില്ലി ആംപിയർ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ സാധനം ഓഫ് ആവും. മിനിമം എത്രമാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റും ആ മിനിമം കറണ്ടിനാണ് എന്ത് പറയുന്നത്, ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ലാച്ചിങ് കറണ്ട് ഹോൾഡിംഗ് നമ്മൾ റിലേഷൻ വെച്ചാൽ ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്ന ഹോൾഡിംഗ് കറണ്ടിനെക്കാളും വളരെ കൂടുതലാണ്. ഏകദേശം 5 മുതൽ 7 മടങ്ങ് അല്ലെങ്കിൽ 5 മുതൽ 10 മടങ്ങൊക്കെ ചില തൈറസ്റ്ററിന് ഹോൾഡിംഗ് കറണ്ടിന്റെ 5 മുതൽ 10 മടങ്ങൊക്കെയാണ് എന്ത് വരുന്നത്, നമ്മുടെ ലാച്ചിങ് കറണ്ട് വരുന്നത്. അപ്പൊ ഹോൾഡിംഗ് കറണ്ട് 5 മുതൽ 10 മടങ്ങൊക്കെ എന്ത് വരും, ലാച്ചിങ് കറണ്ട് വരാറുണ്ട്. ഓർത്തിരിക്കും. ഇതാണ് ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടിന്റെ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് SCR. ആ ഡിവൈസ് ടേംസ് ഡിവൈസ് ഒക്കെ പറഞ്ഞു നമ്മൾ. പിന്നെ SCR 2 ട്രാൻസിസ്റ്റർ മോഡൽ, അതായത് SCRനെ നമ്മൾ 2 ട്രാൻസിസ്റ്ററിന്റെ ഒരു മോഡലാക്കി നമ്മൾ മാറ്റുന്നുണ്ട്. അവിടെ വേറൊന്നും ഇല്ല, അതിന്റെ ഇക്വേഷൻ ഉണ്ട്. ഒരു ആനോഡ് കറണ്ട് ഈക്വൽ ടു സംതിങ് ഇൻ ബൈ 1 മൈനസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് ഇക്വേഷൻ ഉണ്ട്. ഈ ആൽഫ 1 പ്ലസ് ആൽഫ 2 2 ട്രാൻസിസ്റ്ററിന്റെയും കറണ്ട് ഗെയിനുകളാണ്. അപ്പൊ 2 ട്രാൻസിസ്റ്ററിന്റെ കറണ്ട്, ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ കറണ്ട് ഗെയിൻ ആൽഫ 1ഉം രണ്ടാമത്തെ ആൽഫ 2 ആണെങ്കിൽ 1 മൈനസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് പറയുന്ന ടേം താഴെ വരുമ്പോഴത്തേക്ക് ഈ ആൽഫ 1 പ്ലസ് ആൽഫ 2 യൂണിറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തായി മാറും, ഈ കറണ്ട് എന്ത് ചെയ്യും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ അത് വരാൻ പാടില്ല. അപ്പൊ മാക്സിമം എത്രയാണ് കൊടുക്കാൻ പറ്റുന്ന കറണ്ട്, അതാണ് ഗേറ്റ് കറണ്ട്. ആ ഗേറ്റ് കറണ്ട് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ് ഈ ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് പറയുന്നത്. അത് 2 ട്രാൻസിസ്റ്റർ മോഡലിൽ പറയുന്നത്, അത് ചോദിക്കാൻ ഒട്ടും ചാൻസ് ഇല്ല. ഈ ആൽഫ 1 പ്ലസ് ആൽഫ 2ന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഏതിന് താഴെയാവണം ചോദിക്കാം. ആൽഫ 1 പ്ലസ് ആൽഫ 2 ഷുഡ് ബി ലെസ് ദാൻ 1 ആവാൻ പാടില്ല. 1 ആയാൽ
വളരെ വലിയ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അത് ഓർത്തിരിക്കുക. ഇതാണ് SCRന്റെ 2 ട്രാൻസിസ്റ്റർ മോഡൽ. ഇനി SCR ട്രിഗറിംഗ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു SCR ഓൺ ആകാൻ വേണ്ടി ഒന്നെങ്കിൽ ഈ ഫോർവേഡ് ബയാസ് വോൾട്ടേജ് കൂട്ടി കൊടുത്ത് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനെ മുകളിൽ എത്തിക്കുക. അപ്പൊ SCR എന്ത് ചെയ്യും? ഓൺ ആവും. അങ്ങനെ ഓണാവുന്ന SCRനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓണാക്കുന്ന എന്താ പറയുക മെക്കാനിസം പറയുന്നതാണ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ് എന്ന് പറയുന്നത് വോൾട്ടേജ് കൂട്ടി കൊടുത്ത് നമ്മൾ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിന് മുകളിൽ എത്തുമ്പോഴത്തേക്ക് ഓൺ ആവുന്ന പ്രതിഭാസമാണ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ട്രിഗറിങ് എന്ന് പറഞ്ഞു അതായത് ഫോർവേഡ് വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി ഫോർവേഡ് വോൾട്ടേജിന്റെ അളവ് നമുക്ക് അത്രയും വേണ്ട. അതിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് വോൾട്ടേജ് സ്ട്രെസ് കൂടും. അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഗേറ്റിന്റെ സഹായത്താൽ ട്രിഗർ ചെയ്യും. അത് നമ്മൾ ഗേറ്റ് ട്രിഗറിങ് സർക്യൂട്ട്, ഗേറ്റ് ട്രിഗറിങ് എന്ന് പറയും. ഇപ്പൊ 2 ടൈപ്പായി, ഫോർവേഡ് വോൾട്ടേജ് ആയി, ഗേറ്റ് ട്രിഗറിങ് ആയി. മൂന്നാമതെന്ന് പറയുന്നത് തെർമൽ ട്രിഗറിങ്. തെർമൽ ട്രിഗർ എന്ന് വെച്ചാൽ ചൂട് കൊടുക്കുക എന്നല്ല അർത്ഥം. ഇതിനകത്തുണ്ടാകുന്ന മൈനോറിറ്റി കാരിയസ്, നമ്മളിതിനെ മൈനോറിറ്റി കാരിയസ് കൂടി വീണ്ടും ഒരു മൈനോറിറ്റി കാരിയസ് ഉണ്ടായി. അതൊരു ക്യുമുലേറ്റീവ് ആക്ഷൻ വഴി അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും? അതിനകത്തൊരു ടെമ്പറേച്ചർ കൂടി, വീണ്ടും കാരിയർ കൂടി, വീണ്ടും കറണ്ട് കൂടി, വീണ്ടും ചൂട് കൂടി, അങ്ങനെ ക്യുമുലേറ്റീവ് ആക്ഷൻ ആയിട്ട് അവസാനം എന്ത് ചെയ്യും? ട്രിഗർ ആവുന്ന മെത്തേഡാണ് എന്ത്? തെർമൽ ട്രിഗറിങ് എന്ന് പറയുന്നത്. അപ്പൊ മൈനോറിറ്റി കാരിയസ് ഒഴുകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് കാണും വീണ്ടും പുതിയ കാരിയേഴ്സ് ഉണ്ടാവും. അത് കാണും പിന്നെയും കാരിയേഴ്സ് ഉണ്ടാവും. ഇത് ഇടിച്ചിട്ട് പിന്നെയും കാരിയേഴ്സ് ഉണ്ടാവും. നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ കണക്ക് അങ്ങനെ ഉണ്ടായി ഒരു അൾട്ടിമേറ്റ്ലി ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ട്രിഗർ ദി SCR. അതാണ് ഫോർവേഡ് തെർമൽ ട്രിഗറിങ്. ലൈറ്റ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു സർക്യൂട്ട് ഉണ്ട്. ലൈറ്റ് ട്രിഗർ എന്ന് വെച്ചാൽ ഈ ഗേറ്റിന്റെ അവിടെ ഗേറ്റ് സർക്യൂട്ടിന് പകരം അവിടെ ഒരു നിഷ് അല്ലെ റിസസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സാധനം, ഒരു കട്ടിങ് ഉണ്ടാവും. ആ കട്ടിങ്ങിലേക്ക് നിശ്ചിത ഇന്റൻസിറ്റി ഒരു ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക്, ലൈറ്റ് പ്രകാശം കൊടുക്കുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി ഉള്ള നമ്മുടെ ഹൈസംബർഗിന്റെ Hμ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഇന്റൻസിറ്റി അടിക്കുമ്പോഴത്തേക്ക് ആ ലൈറ്റിന്റെ സഹായത്താൽ എന്ത് ചെയ്യും? ഈ പറയുന്ന റിവേഴ്സ് ബയസ് ജംഗ്ഷൻ ഇല്ലാതാവുകയും അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ ഇല്ലാതാവുകയും കണ്ടക്ഷൻ നടക്കും. അതിന് നമ്മൾ ലൈറ്റ് ആക്ടിവേറ്റഡ് SCR എന്ന് പറയും. ലൈറ്റ് ആക്ടിവേറ്റഡ് SCR എന്ന് പറയും. LASCR. അടുത്തൊരു ട്രിഗറിംഗ് മെത്തേഡാണ് dV/dt ട്രിഗറിംഗ്. അത് ചേഞ്ച് ഇൻ വോൾട്ടേജ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ്. വേറെ ഒന്നുമല്ല, നമുക്കറിയാം J2 ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആണ്. റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടായി. ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു സൈഡിൽ പോസിറ്റീവ് കാരിയേഴ്സ് ഒന്ന് അടിച്ചിരിക്കും, മറു സൈഡിൽ നെഗറ്റീവ് കാരിയേഴ്സ് അടിച്ചിരിക്കും. അതൊരു പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും നമുക്ക് കണക്കാക്കാൻ പറ്റും. അതിനിടയ്ക്ക് എന്താണ്? ഈ പറയുന്ന ഒരു മീഡിയം ഉണ്ട്. സോ we can consider the J2 junction as a എന്ത് കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ ആയിട്ട് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ കപ്പാസിറ്റൻസ് ഈ പറയുന്ന J2 ആ സ്ഥലത്തോട്ട് പെട്ടെന്നൊരു വോൾട്ടേജ് വരികയാണെങ്കിൽ dV/dt റേറ്റ് ചേഞ്ച് വോൾട്ടേജ് വരികയാണെങ്കിൽ എന്ത് പറ്റും? ഈ കപ്പാസിറ്റീവ് ആക്ഷൻ കാരണം അവിടെ ഒരു കറണ്ട് ഉണ്ടാവുകയും ചാർജിങ് കറണ്ട് ഉണ്ടാവുകയും ആ ചാർജിങ് കറണ്ട് കാരണം കണ്ടക്ഷൻ നടക്കുകയും ചെയ്യും. അത് വലിയ വോൾട്ടേജ് ആണ് dV/dt. അപ്പൊ അങ്ങനെ ചേഞ്ച് ഇൻ വോൾട്ടേജ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജിന്റെ സഹായത്താൽ കണ്ടക്ഷൻ നടക്കുന്ന ടൈപ്പ് ട്രിഗറിംഗ് ആണ് എന്ത്? dV/dt ട്രിഗറിംഗ്. അപ്പം എന്തൊക്കെ ട്രിഗറിംഗ് ഉണ്ട് പഠിച്ചാൽ? ഒന്ന് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിംഗ്, ഗേറ്റ് ട്രിഗറിംഗ്, തെർമൽ ട്രിഗറിംഗ്, ലൈറ്റ് ട്രിഗറിംഗ്, dV/dt ട്രിഗറിംഗ്. പിന്നെ R ട്രിഗറിംഗ് സർക്യൂട്ട്സ് ഉണ്ട്. റെസിസ്റ്റൻസ് ട്രിഗറിംഗ് സർക്യൂട്ട്, RC ട്രിഗറിംഗ് സർക്യൂട്ട്സ്. അപ്പൊ R ട്രിഗറിംഗ് പറഞ്ഞില്ല, ഒരു റെസിസ്റ്ററിന്റെ സഹായത്താൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന കണക്ക് ഗേറ്റിലേക്കുള്ള കറണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യും. RC ആണെങ്കിൽ നമുക്ക് R ട്രിഗറിംഗ് ആണെങ്കിൽ 90 ഡിഗ്രി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിന്റെ ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. RC ആണെങ്കിൽ 90 വേണം, 150 ഡിഗ്രി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കും. അതായത് കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക്. കമ്മ്യൂട്ടേഷൻ എന്താണ്? ഈ പറയുന്ന തൈറസ്റ്ററിനെ നമുക്ക് ഓഫ് ആക്കാൻ വേണ്ടി ഓൺ ആക്കാൻ ഗേറ്റിന്റെ സഹായം തേടാം. പക്ഷെ ഓഫ് ആക്കാൻ വേണ്ടി ഗേറ്റ് റിമൂവ് ചെയ്താൽ ഇത് ഓഫ് ആവും.